രാവിലെ തന്നെ ഒരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാൻ ടൊമാറ്റോ ചട്നി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ടൊമാറ്റോ, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കും. ഇച്ചിരി ഉപ്പൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ടൊമാറ്റോയുടെ തൊലിയെല്ലാം ഇളകി വരും. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണോ? നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഒരു ചട്നി ആദ്യം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഭക്ഷണമാണല്ലോ മെയിൻ. രാവിലെ അപ്പോൾ ചട്നി ഉണ്ടാക്കാനായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് തണുക്കാൻ വെച്ചിട്ട് ഞാൻ ഓടി ചൂലും എടുത്തുകൊണ്ട് എല്ലായിടും ഒന്ന് തൂത്ത് വൃത്തിയാക്കാനായിട്ട്. അപ്പോൾ രാവിലെ എന്നും വിളക്ക് കൊളുത്തും. അപ്പോൾ വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ ആയിട്ട് എല്ലായിടും ഒന്ന് തൂത്തിട്ടേ വിളക്ക് കൊളുത്താറുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരത്ത് നന്നായിട്ട് തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കും. എന്നാലും രാവിലെ ഒന്നും തൂത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല. തുടയ്ക്കാൻ സമയമുണ്ടെങ്കിൽ തുടയ്ക്കും. പക്ഷേ എന്നാലും ചില ദിവസമൊന്നും എനിക്ക് തുടയ്ക്കാൻ സമയം കിട്ടാറില്ല. കാരണം ധനുവിന് സ്കൂളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ധനുവിന് സ്കൂളിൽ ഒക്കെ കൊണ്ടുപോകാനുള്ള ഡബ്ബ, അത് കഴിഞ്ഞിട്ട് അവനെ കഴിച്ചുകൊണ്ട് പോകാനുള്ളത്, പിന്നെ അവൻ പോയി കഴിഞ്ഞിട്ട് ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേന് എനിക്ക് സമയം കിട്ടില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തൂക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോയിട്ട്. അപ്പോൾ ഏട്ടനാണ് വിളക്ക് കൊളുത്തുന്നത് രാവിലെ. അപ്പോൾ ഏട്ടൻ പിന്നെ അങ്ങ് വിളക്ക് കൊളുത്തിക്കോളും. അങ്ങനെ അത് തൂത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വീണ്ടും ഓടി അടുക്കളയിൽ വന്നപ്പോൾ ഞാൻ ആ ടൊമാറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നില്ലേ, അത് തണുത്തു. അപ്പോൾ ഇനി അത് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കണം. അങ്ങനെ അത് അരച്ചെടുത്തിട്ട് അതേ ജാറിൽ തന്നെ ഞാൻ കുറച്ച് ദോശ ഉണ്ടാക്കാനുള്ളതെല്ലാം കൂടെ കലക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് റാഗി ദോശയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ വേറെ വേറെ ഐറ്റംസ് ആയിരിക്കും. അതായത് അരിയുടെ സാധനങ്ങളൊക്കെ വളരെ കുറച്ചേ ഉണ്ടാക്കാറുള്ളൂ. ഇതേ കണക്ക് റാഗിയുടെ ദോശ, പിന്നെ റാഗിയുടെ തന്നെ പുട്ട്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ആയിരിക്കും. ചെറുപയർ ദോശ തന്നെയായാലും നമുക്ക് എന്തോരം ദോശ ഉണ്ടാക്കാമെന്നറിയാമോ, പല ടൈപ്പിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഈ റാഗിയുടെ ദോശ ഉണ്ടാക്കുന്നതിലേക്ക് റാഗിയുടെ പൊടി ചേർത്തു. ഞാൻ റാഗി പൊടിച്ച് വെച്ചേക്കും. അപ്പോൾ റാഗിയുടെ പൊടി, അതിലേക്ക് കുറച്ച് തേങ്ങ, ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കട്ടി കുറച്ച് ദോശക്കല്ലിൽ കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കും. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മൾ ഇതിനകത്ത് തേങ്ങ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും പിന്നെ ഒരു ചെറിയൊരു പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ട് ദോശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിലും ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാൻ ഇന്ന് ഇതേ ഉണ്ടാക്കുന്നുള്ളൂ, അതായത് തേങ്ങ മാത്രമേ ഇട്ട് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങനെ ദോശക്കല്ലിലേക്ക് കോരി ഒഴിച്ചതിന് ശേഷം ഞാൻ ഇനി ഒരു സ്മൂത്തി കൊണ്ട് ഉണ്ടാക്കുവാണ്. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കും. സ്മൂത്തി എല്ലാ ദിവസവും കാണും. സ്മൂത്തി എല്ലാ ദിവസവും വേറെ വേറെ ആയിരിക്കും. ഒരു ദിവസം ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ആപ്പിൾ സ്മൂത്തി ഉണ്ടാക്കും. ഇതെല്ലാം എൻ്റെ സ്റ്റൈലാണ് കേട്ടോ. എല്ലാവരും അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കി എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഭർത്താവിനും കൊച്ചിനും കൊടുത്തപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നതിനകത്തേക്ക് ഞാൻ ബദാമും അക്രൂട്ടും ഇത് രണ്ടും ഞാൻ തലേന്ന് രാത്രിയിൽ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് രാവിലെ ഇതിൻ്റെ രണ്ടിനെ തൊലി ഇളക്കി കളയും. എന്നിട്ട് അതിടും. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കിസ്മിസും പിസ്തയും കൂടെ ചേർക്കും. പിസ്തയാണ് നേരത്തെ ഞാൻ ഇങ്ങനെ പൊളിച്ചെടുത്തത്, തോടോടെ ഉള്ളതാണ് പിസ്ത. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് കഴുകിയെടുക്കുക. ഈ ഡ്രൈ ഫ്രൂട്ട്സിനകത്തൊക്കെ ആയിരിക്കും ഒരുപാട് ഈ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ അടിച്ചൊക്കെ വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് 2-3 വെള്ളം കഴുകിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് അതിട്ടിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദോശ ഉണ്ടാക്കുന്ന കാര്യം നോക്കുന്നുണ്ട്. കാരണം ഇല്ലയെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർ റെഡിയായി വരുമ്പോഴത്തേനും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണ്ടേ. അതായത് ഏട്ടാ ഓഫീസിൽ പോകാനായിട്ട് റെഡിയായി വരും. ധനുഷു ഇന്ന് അവധിയാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവൻ സ്കൂളിൽ പോകാൻ റെഡിയായിട്ട് വരുമ്പോഴത്തേനും അവനും കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇന്നെന്തായാലും ധനുഷിന് പോകണ്ട. അതുകൊണ്ട് കുറച്ചൊരു സാവകാശമുണ്ട്. നേട്ടന് മാത്രം പോയാൽ മതി. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് പിന്നെ ഇടുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ ഇന്തപ്പഴമാണ്. ഇന്തപ്പഴവും അതേ കണക്ക് തന്നെ ഞാൻ അഞ്ചീറും ചേർക്കും. അഞ്ചീറാണ് നേരത്തെ ആ ഒരു വട്ടത്തിലുള്ള ഒരു സാധനം കാണിച്ചത്. അഞ്ചീറിന് നാട്ടിൽ എന്തരാണാവോ പറയുന്നത്, എനിക്കതറിയാൻ വയ്യ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ട് കുടിക്കാൻ പരുവത്തിന് നന്നായിട്ട് അടിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഒരു സ്മൂത്തി റെഡിയാവും. ഇങ്ങനെയാണ് ഞാൻ സ്മൂത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയില്ലേ, ഇതിന് പകരമായിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ ചിലപ്പം റാഗി നമ്മൾ ചെറിയ കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ കുറുക്കിയെടുക്കത്തില്ലേ, ആ കുറുക്ക് പോലെ ഉണ്ടാക്കിയെടുക്കത്തില്ലേ, അതങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഇതിനകത്ത് ചേർക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഓട്സ് വേവിച്ചെടുത്തിട്ട് ഓട്സ് ചേർക്കും. അങ്ങനെയും ഉണ്ടാക്കും. അപ്പം നമ്മൾ
ദിവസവും ഇങ്ങനെ ടേസ്റ്റ് മാറി മാറി ആകുമ്പോഴത്തേനും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഞാനിപ്പോൾ ധനുഷിന് റാഗി ദോശ ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കും. അപ്പം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തേ. അപ്പം നെയ്യും കൂടെ ഒഴിച്ചിട്ട് നല്ല ക്രിസ്പിയിൽ ഉണ്ടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ക്രിസ്പിയിൽ ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ ഇത് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം അല്ലാതെ സോഫ്റ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത്ര ഇഷ്ടമല്ല. ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കി എടുക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഒരു കറിയും വേണ്ട കേട്ടോ. പനീർ ചട്നിയുടെ ആവശ്യമേ ഇല്ല, അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്മൂത്തിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി സ്മൂത്തിയും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവർക്ക് കൊടുക്കാം. ഏട്ടാ ഓൾറെഡി വന്നിരുന്ന് നാസ്ത കൊണ്ടുവാ എന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ഇനി അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് വരട്ടെ. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് വരുന്ന വരവാണിത്. ഹായ്, എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എത്ര ഡേറ്റ്? ജാനുവരി 24th Friday. 24 അല്ല. Yes, today is 24. Today is 25. No beta, today is Friday. നിന്റെ ആനുവൽ ഡേ നീ പോന്നില്ലേ? 27 അല്ലേ അമ്മ? I mean 26 അല്ലേ? Oh sorry, 25. രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. രാവിലെ ഒരു ബഹളമായിരുന്നു. ധനുഷിന് പോണ്ട, ധനുഷിന് സ്കൂളിൽ അവധിയാ. ഏട്ടന് പോകണമായിരുന്നു. അപ്പോൾ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റാഗി ദോശ സ്മൂത്തി ആയിരുന്നു. എന്തുവാടാ തള്ളിയിട്ടെ? അപ്പൊ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. വീട് കുറച്ചൊന്ന് വൃത്തിയാക്കണമായിരുന്നു. ഏട്ടന് ഷർട്ട് ഇസ്തിരി ചെയ്യണമായിരുന്നു. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒരുമിച്ച് ഇസ്തിരി ചെയ്ത് വെക്കുന്നതായിരുന്നു. ഇന്നലെ ഇസ്തിരി ചെയ്യാന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും എടുത്ത് വെച്ചതാ. പക്ഷേ കറണ്ട് ഇല്ലായിരുന്നു, അതായത് ലൈറ്റ് ഇല്ലായിരുന്നു. രാവിലെ പോയതാ, 9 മണിയാകുമ്പോൾ പോയ ലൈറ്റ് വന്നത് 6:30 വൈകുന്നേരത്ത്. അതുകൊണ്ട് ഇന്നലെ ഇസ്തിരി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഇന്ന് ഷർട്ട് ഇസ്തിരി ചെയ്യണം, അതൊരു എക്സ്ട്രാ ജോലിയായി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. രാവിലെ എന്തോ ഒരു വെപ്രാളമായിരുന്നു. വെപ്രാളം ഇൻ ദ സെൻസ് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ഇപ്പോൾ 9:45 അപ്പോഴാണ് എല്ലാം ഒന്ന് ശാന്തമായത്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അവർക്കൊക്കെ കൊടുത്തു. അങ്ങനെ ഞാൻ ധനുഷിന് കൊടുത്തിട്ട് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളി ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അടിപൊളി ആയിരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ പോകെ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. വിശക്കുന്നു. ഞാൻ എനിക്കുള്ള റാഗി ദോശ ചൂടായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നല്ല മുരിഞ്ഞ ദോശ. മുരിഞ്ഞ ദോശയാണ് എനിക്കിഷ്ടം. ഇതാണ് റാഗി ദോശ. റാഗി ദോശ സ്മൂത്തി കൂടെ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഉച്ചവരൊക്കെ ഉള്ളു കേട്ടോ. ഉച്ചയാകുമ്പോഴത്തേനൊക്കെ വിശക്കാൻ തുടങ്ങും. ഉച്ചവരെ ഒന്ന് നോക്കേ വേണ്ട. സ്മൂത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ച് മാത്രം ചെടികളുണ്ട്. അപ്പം അതിന് കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേണം കേട്ടാ. കുത്തിക്കുന്നുണ്ട്, കുറച്ച് മാത്രമേ ഉള്ളൂ, ഒരുപാടൊന്നുമില്ല. നേരത്തുള്ളൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്ന് പടന്ന് താഴെ കിടന്നു. ശംഖുപുഷ്പം. കാണിച്ചു തരാം ഞങ്ങളുടെ ചെടികളുടെ ഇത്. നിൽക്കുന്നുണ്ടാ ഇങ്ങനെ കുറച്ച് ചെടികളൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശംഖുപുഷ്പമുണ്ട്. ശംഖുപുഷ്പത്തിൽ നിന്ന് ഒരു പൂ പോലും ഇല്ല, അല്ലെങ്കിൽ ഇഷ്ടം പോലെ പൂ കാണുന്നതായിരുന്നു. കുറച്ച് ദിവസമായിട്ടേ വിചാരിക്കുന്നുണ്ടായിരുന്നു അതിന് പൊട്ടിച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കണമെന്ന്. കാണിച്ചു തരാം. ഇതേ കണ്ടോ, ഇതാണ് ശംഖുപുഷ്പം. പക്ഷേ ഇന്ന് പൂവൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഒരു ചെടി, കുറച്ച് ചെടികളുണ്ട്. എല്ലാവർക്കും ഒന്ന് സെറ്റ് ചെയ്യണം. കണ്ട
ഈ ചെടികളാണ് വളർന്ന് താഴേക്ക് ഇറങ്ങി. കറ്റാർ വാഴയൊക്കെ ഉണ്ട്. മെയിനായിട്ടുള്ളത് മണി പ്ലാന്റ്. ഈ ചെടി നല്ലതുപോലെ നിന്നതാണ്, പക്ഷേ ഇന്നലെ വെള്ളം ഒഴിച്ചില്ല, അതുകൊണ്ട് അതങ്ങ് വാടാൻ തുടങ്ങി. ഞാൻ രാവിലെ വന്നപ്പോൾ ഈ നീണ്ട നിൽക്കുന്ന ഈ ചെടിയുണ്ടല്ലോ, ഇന്ന് അങ്ങനെ മൂക്കൂത്തിപ്പോയി. ഇതെല്ലാം താഴെ വരെ പടർന്ന് ഇറങ്ങിയതാണ്. ഞാൻ അതിനെല്ലാം എടുത്ത് വീണ്ടും മേളിൽ കയറ്റി. നാണ്ടേ ഇവിടുത്തത് കൂട്ടി ഇവിടെ വരെ ചെടി ഇങ്ങനെ പടന്ന് നാണ്ടേ ഒരു റെഡ് കളറിൽ കാണുന്നില്ലേ, ഇത് പടന്ന് ഇറങ്ങി വന്നതാണ്. ഞാൻ അതിനെല്ലാം മേളിൽ കയറ്റി. ബാൽക്ക് രാവിലെ എന്നും വിളക്ക് കൊളുത്തും. പഠിക്കുക, എൻ്റെ സ്വന്തം കേൾക്കുന്നു. ആവശ്യമുള്ളൂ, ഈ ഒരു മഗ്ഗിലുള്ള വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. രാവിലെ ചെടികൾക്ക് വെള്ളം കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ ആദ്യമൊക്കെ ആണെന്നുണ്ടെങ്കിലും ചെടികൾക്ക് വെള്ളം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാറുള്ളായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നലെ എന്താ ചെയ്യാഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇന്നലെ മറന്നുപോയതല്ലല്ലോ. ഞാൻ രാവിലെ ഇപ്പോൾ ടെറസിൽ വരെ പോയതാ. സ്റ്റെപ്പ് കയറി പോയത് തിരിച്ചറിയാനുള്ള തളർന്നു. കാരണം കുറച്ച് അരി കഴുകി ഉണക്കാനുണ്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി ടെറസിൽ കൊണ്ടിട്ടിട്ട് വന്നതാ. ഇനി എനിക്ക് മാർക്കറ്റിൽ പോകണം. ഇന്ന് വലിയ മാർക്കറ്റുള്ള ദിവസം പച്ചക്കറി മേടിക്കാൻ പോകണം. ഇപ്പോൾ പോകുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതൊക്കെ പോകുന്നുള്ളൂ. അപ്പോൾ ഇനി അടുക്കളയിലേക്ക് കയറാം. അടുക്കള ഒരു കോളമായി കിടക്കുക. രാത്രിയിലെന്നും പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് കിടക്കുന്നത്. എന്നിട്ട് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി. വീണ്ടും എൻ്റെ അടുക്കള ഇവിടെ തൊട്ട് അങ്ങേറ്റം വരെ കുളവും. ഞാൻ ഈ കപ്പം പിടിച്ചോണ്ടിരിക്കുന്നതിനാ കപ്പ് കൊണ്ട് വെച്ചിട്ടേ. കുറി പണികളാണ് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം. ചില ദിവസം അങ്ങനെ ഭയങ്കര സ്റ്റാർട്ടിങ് പ്രോബ്ലം ആയിരിക്കും. രാവിലെ സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല, രാവിലെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഏട്ടന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിടാതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലമാണ്. ഇപ്പൊ ഞാൻ കുറേ സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം തലയിൽ മുടിയില്ല. ഞാൻ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഇൻ ദ സെൻസ് വിറ്റാമിൻസിൻ്റെ പ്രോബ്ലം. അത് പറയുമ്പോഴാണ് ഓർത്തെ ഗുളി കഴിക്കാൻ പറഞ്ഞു. രാവിലത്തെ ഗുളി എടുത്തുപോട്ടെ, എന്തായാലും ഓർക്കത്തില്ല, മറന്നുപോകും എപ്പോഴും. ഒന്ന് ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആലോചിക്കും. അപ്പോൾ വിചാരിക്കും ഇത് ചെയ്ത് തീർന്നിട്ട് ചെയ്യാമെന്ന്. അപ്പോഴും ഞാനങ്ങ് മറന്നുപോകും. ഇപ്പം എന്തായാലും ഞാൻ ആലോചിച്ച് ഇപ്പോൾ കൈയോടെ എടുത്തോട്ടെ, ഇല്ലെങ്കിൽ വീണ്ടും മറന്നുപോകും. ഗുളിക കഴിച്ചിട്ട് വർത്താനം പറയാം. ഗുളിക കഴിക്കുന്നത് ഒരുപാട് വേറെ മേജർ പ്രോബ്ലം ഒന്നുമില്ല. ഭഗവാനെ, കുറച്ച് വിറ്റാമിൻസിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ട്. മെയിനായിട്ട് വിറ്റാമിൻ ഡിയുടെ പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ടാണ് മുടിയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. ഇപ്പം ഏതാണ്ട് ഒരാഴ്ചയോടെ ആയി കഴിക്കാൻ തുടങ്ങിയിട്ട്. മാറ്റം വല്ലതും ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ഞാൻ വെളിയിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെളിയിൽ മീൻസ് റോസ്മേരി ഓയിൽ തരുന്നുണ്ട്. റോസ്മേരിയുടെ ഇല വെള്ളത്തിയിട്ട് തിളപ്പിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് അത് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ ഒരുപാടൊന്നുമില്ല. അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്.
പിന്നെ ഈ ഭക്ഷണ രീതിയും കൂടെ കുറച്ച് മാറ്റണം. സ്മൂത്തിയൊക്കെ കുടിക്കുന്നുണ്ട്. സ്മൂത്തിയിലാകുമ്പോഴത്തേക്കും കുറേ ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ ചേരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണത്തിനും കൂടെ കുറച്ച് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭക്ഷണം ശ്രദ്ധിക്കുന്നുണ്ട്. പച്ചക്കറിയൊക്കെ ഒരുപാട് കഴിക്കണം. അങ്ങനെ പച്ചക്കറിയൊക്കെ കഴിക്കും. നോൺ വെജ് ആണ് കഴിക്കാത്തത്. പച്ചക്കറിയൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എന്താണെന്ന് അറിയത്തില്ല, വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി സമയം പോലില്ല, ഭക്ഷണം ഉണ്ടാക്കട്ടെ. വീട് വൃത്തിയാക്കി രാവിലെ ഒന്ന് തൂത്ത് ഇനി തുടയ്ക്കണം. ഞാൻ വൈകുന്നേരത്ത് തൂത്ത് തുടയ്ക്കും. രാവിലെ ചിലപ്പോഴൊക്കെ തൂത്ത് തുടയ്ക്കും. ദിവസം തൂത്ത് തുടയ്ക്കില്ല. വൈകുന്നേരത്ത് മസ്റ്റായിട്ട് തൂത്ത് തുടച്ചിരിക്കും എല്ലാ ദിവസവും. എന്നിട്ടേ വിളക്ക് കൊടുക്കത്തുള്ളൂ. അതുകൊണ്ട് വീട് നല്ല വൃത്തിയായിട്ട് കിടക്കും. എന്നാലും രാവിലെ ഉണ്ടല്ലോ ഒന്ന് തൂത്തിട്ട് വിളക്ക് കൊടുക്കുന്നതാണ്, അതാണ് മനസ്സിനൊരു സംതൃപ്തി. അങ്ങനെ അത് കഴിഞ്ഞു. ഇനി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിരിക്കണം. പിന്നെന്താ, വേറെ ജോലികളൊന്നുമില്ല. ഇപ്പം മെയിനായിട്ടും വേറെ പിന്നെ പണിയെന്ന് പറയുന്നത് ചെടികളുടെ പുറകെ പോക്കാം. അവിടെ ഇവിടെയുള്ള ചെടികളെ മൊത്തവും മാറ്റി നടല്. ഇൻഡോർ പ്ലാന്റിനോട് ഭയങ്കര ഒരിത് തോന്നിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഇപ്പം ചെടികളാണ്. ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതൊന്നുകൂടെ കാണിച്ചു തരാം. ഇതേ കണ്ട, ഇവിടെ ഒരു കപ്പിനകത്ത് ഞാൻ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്. അത് കിളിച്ച് വന്നിട്ടുണ്ട്. ബോട്ടിൽ എവിടെ കിട്ടിയാലും ഞാൻ പറക്കിക്കൊണ്ട് വരും. ഈ ബോട്ടിലുകളൊക്കെ ഏട്ടൻ എനിക്ക് കൊണ്ടുതന്ന ബോട്ടിലൊക്കെയാണ് എനിക്ക് ചെടി ഇട്ട് വയ്ക്കാനായിട്ട്. അങ്ങനെ ഇവിടെയും ഞാൻ ചെടി ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെയും ഞാനൊരു മണി പ്ലാന്റിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഞാൻ ഇൻഡോറായിട്ട് ചെടികൾ നട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, വെളിയിൽ ചെടികൾ നട്ടിട്ടുണ്ട്. ഇതിനെയൊക്കെ ഇപ്പം നട്ടതാണ്, അതുകൊണ്ടാണ് വലിയ പുഷ്ടിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത്. ഞാൻ ഹോളിലും വെച്ചിട്ടുണ്ട് ചെടികൾ. ഹോളിൽ ഇവിടെ കുറച്ച് കണ്ട പിന്നെ പിന്നത്തെ ചെടികൾ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മണി പ്ലാന്റ് ഇതാ. വേറെ ഉണ്ട് കേട്ടോ. കണ്ട് ഇവിടെ ഞാനൊരു പൂങ്കാവനം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്താ പല ചെടികളാ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. അവിടെ ഞാനൊരു ഗണപതി ബപ്പയും പിന്നെ അവിടെ ഒരു തിരുപ്പതി ദേവൻ വെങ്കടേശ്വരനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഇത്? അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ചുമന്ന പൂക്കളും ഒക്കെ കൂടെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ? ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. കുറേ സമയം ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഇവിടെ ഒരു കാട് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരമായിട്ട് നിങ്ങളോടൊന്ന് വർത്താനം പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്യാമറ ഓൺ അല്ലായിരുന്നു, ഓഫായിരുന്നു. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഇപ്പം നോക്കിയപ്പോൾ ക്യാമറ ഓണല്ലേ, നോക്കിയപ്പോൾ ക്യാമറ ഓണല്ല. കുറേ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പോയി. ഞാൻ മണി പ്ലാന്റ് ആദ്യം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നേ, കുപ്പികളിലും ഒക്കെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ മണി പ്ലാന്റ് നല്ലോണം വളരുന്നില്ല. അപ്പോൾ ഞാൻ മണി പ്ലാന്റിനെ മണ്ണിൽ നട്ട് വെച്ചു. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ എനിക്ക് നിലയുള്ള ചെടിയുണ്ടല്ലോ, അത് കുപ്പിയിലിട്ട് വെച്ചാലാണ് നല്ലോണം വളരുന്നത്. അയ്യോ, എത്ര ക്യൂട്ടായിട്ടുള്ള പക്ഷികൾ, ഇത്രയുള്ള പക്ഷികൾ, കിളി ഒരുപാട് വന്നിരിക്കും ഇവിടെ. ഈ നാട്ടിലൊക്കെയുള്ള കുരുവിക്കൂടില്ലേ, അങ്ങനെയൊക്കെയുള്ള കൂടുണ്ടാക്കിയിട്ട് അതിനകത്ത് ഇത്രയും ചെറിയ പക്ഷി, വളരെ ചെറിയ പക്ഷി അവിടെ വന്നിരിക്കും. അതിനെയൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും കിട്ടത്തില്ല. പിന്നെ എൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കണം. നോക്കട്ടെ, ഷൂട്ട് ചെയ്യാം ഒരു ദിവസം, ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ വർത്തമാനം പറഞ്ഞ് ഇനിയും ബോറടിപ്പിക്കുന്നില്ല. ഞാൻ എൻ്റെ ജോലികളിലേക്ക് വെക്കട്ടെ. ജോലികളെന്ന് പറഞ്ഞു, ഇന്നലെ ഞാൻ സാധനം മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വലിയൊരു ബജാർ എന്ന് പറയുമ്പോൾ വലിയൊരു കടയുണ്ട്. അവിടെ ഈ മോൾസിലുള്ളവർക്കൊക്കെ ഉള്ളതാണ്. അവിടെ പോയി സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ സാധനം മേടിക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. സാധനം എല്ലാം മേടിച്ചുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പറക്കി വെച്ചേക്കുന്നേ ഉള്ളൂ. എല്ലാം അറേഞ്ച് ചെയ്യണം. അതായത് ബോട്ടിലിട്ട് വെക്കാനുള്ളതിനെല്ലാം ബോട്ടിലിട്ട് വെക്കണം. അല്ലാത്തതിന് എനിക്കൊരു സ്റ്റോർ റൂം കണക്ക് അവിടെ ഒരു അലമാരി ഉണ്ട്. ആ അലമാരിക്കകത്ത് ഞാൻ മേടിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചേക്കുന്നത്. കാണിച്ചു തരാം. ഇത് ഞങ്ങളുടെ ബാൽക്കണിയാണ്. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ഒരു അലമാരി. ഇത് കണക്ക് രണ്ട് സൈഡിനും ഇത് കണക്ക് അലമാരി ഉണ്ട്.
അപ്പം ഈ അലമാരിയാണ് എൻ്റെ സ്റ്റോർ റൂം. കണ്ട, ഇതിന്നിപ്പോൾ രാവിലെ ഞാൻ എന്തോ എടുത്തപ്പോഴത്തേനും എല്ലാം കൂടെ ഇങ്ങ് വീണതാണ്. അല്ലെങ്കിൽ അടുക്കി വെച്ചിരുന്നതാണ് എല്ലാം. രാവിലെ ഞാൻ ഇപ്പം അരി ഇതിനകത്തായിരുന്നിരുന്നത്. വെള്ളത്തിൽ ഇടുന്ന അരിയില്ലേ, അത് ഞാൻ എടുത്തപ്പോഴത്തേന് വീണതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എത്ര നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരുന്നതെന്നറിയാമോ? ട്രെയിനിൻ്റെ ഹോണടി. എത്ര ഭംഗിയായിട്ട് അടുക്കി വെച്ചിരുന്നതെന്നറിയാമോ? ഒരു അരിയുടെ ബാക്കറ്റ് അടിയിലായിരുന്നു. അതെടുത്തപ്പോൾ ഉള്ള ഇതായി. ഇനി വീണ്ടും അടുക്കിക്കണം. ഇതെല്ലാം എൻ്റെ അടുക്കളയിലുള്ള പയറ്, കടല, എണ്ണ, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇതിനകത്ത് എണ്ണയുണ്ട്, പിന്നെ അതായത് ലോണ്ട്രി ഐറ്റംസ് എല്ലാം. സോപ്പ് പൊടി, സോപ്പ് അടുക്കി വെച്ചിരുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്നത് സഫോളയുടെ എണ്ണയാണ്. സഫോള അത് മേടിച്ച് സോപ്പ് അടുക്കി വെച്ചേക്കുന്നുണ്ട്. തുണി കഴുകുന്ന സോപ്പ്, അതിനകത്ത് ബിസ്ക്കറ്റും ഉണ്ട്. ബിസ്ക്കറ്റ് ഇതേ ഇപ്പോൾ വീഴാൻ തുടങ്ങുന്ന. അപ്പോൾ സോപ്പ് എല്ലാവരുടെയും വേറെ വേറെ സോപ്പുകളാണ്. അത് ഓരോരോ സോപ്പ് ഓരോരുത്തർക്കും ഉള്ളതാണ്. അങ്ങനെ സോപ്പ്, പിന്നെ അതിനകത്ത് ഇതിപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കി വയ്ക്കുവേ. ധനുഷ് വന്നിട്ട് ഏതെങ്കിലും ഒരു സാധനം വലിച്ചെടുത്താൽ മതി, എല്ലാം പോയി. ഇതിനകത്ത് നിന്ന് രാവിലെ ധനുഷ് എന്തോ എടുത്ത് അതാ ഇങ്ങനെ അലങ്കോലമായത്. ദേവി ഈ എണ്ണ ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇതിനകത്തെല്ലാം ബ്രഷ്, പേസ്റ്റ്, അങ്ങനെ ഉള്ള സാധനങ്ങളെല്ലാം അടുക്കി വയ്ക്കുന്ന സ്ഥലമാണ് ഇത്. ഗ്രോസറി, ഇത് ലോണ്ട്രി. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ അലമാരി. അവിടെ ഇരുന്നോളൂ. പിന്നെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തുകൊണ്ട്, ചീസ്, പിന്നെ അതേ കണക്ക് തന്നെ സോസുകൾ, അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നേ ഉള്ളൂ. ഒന്നും അടുക്കി വെച്ചില്ല. ഇതെല്ലാം ഇനി ഫ്രിഡ്ജിൽ അടുക്കി വെക്കണം. ഞാൻ വേറൊരു സാധനം വെച്ചിട്ടുണ്ട്, കാണിച്ചു തരട്ടെ. കാണിച്ചു തരാം. ഈ സാധനം കണ്ട സ്മൈലി. ഞങ്ങൾ ഇതുവരെയ്ക്കും മേടിച്ചിട്ടില്ല. പേട്ടൻ പറയുന്നുണ്ടായിരുന്നു ധനുഷിന് ഇഷ്ടപ്പെടും, നമുക്കൊന്ന് മേടിച്ചു നോക്കാം. ഇതുവരെയ്ക്കും മേടിച്ചിട്ടില്ല. ഓരോരുത്തരൊക്കെ മേടിച്ചു, കഴിക്കുന്ന ആരെയൊക്കെ പറഞ്ഞു. അതിൻ്റെ തന്നെ മേടിച്ചു. ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതുവരെയ്ക്ക് മേടിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല. അപ്പോൾ വിചാരിച്ചൊന്ന് മേടിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എന്ന് അറിയാനായിട്ട്. അപ്പോൾ ഇന്ന് എന്താണ് ഇനി കറി ഉണ്ടാക്കേണ്ടത്? ചപ്പാത്തി ഭാജി ഉണ്ടാക്കാം, ചോറ് വയ്ക്കുന്നില്ല. പിന്നെ കുറേ പണികളുണ്ട്, അപ്പോൾ അതൊക്കെ ചെയ്യാം. കുറച്ച് മുളക് എടുത്ത് വെച്ചേക്കുന്നു. ഈ മുളക് ഇങ്ങനെ പൊടിച്ചെടുത്താലുണ്ടല്ലോ, തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്താൽ, അതായത് അങ്ങ് പൗഡറാക്കാതെ ഇടിച്ച മുളക് എന്നുള്ള രീതിയിലൊക്കെ കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. അത് നമുക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ നമ്മൾ എന്തെങ്കിലും വെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പം ഈ മുളക് ഇട്ട് കൊടുത്താൽ മതി. അതിന് ഞാൻ മുളകിനെ വൃത്തിയാക്കി വെച്ചേക്കും. ഇനി ഇതിനെ പൊടിച്ചെടുക്കണം. മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ നല്ലോണം ഉണങ്ങിയിരിക്കുക. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി. അപ്പം നമുക്കത് കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ പയർ മെഴുക്കുവരട്ടി, അതേ കണക്ക് തന്നെ ബീൻസ് മെഴുക്കുവരട്ടി, തോരൻ വയ്ക്കുമ്പോൾ ഇട്ടാലും നല്ലതാണ്. അപ്പം ഈ മുളക് പൊടി ഇടണ്ട, ഞാൻ ഇതിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ലതാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുക. ഉച്ചകാലത്തെ ഭക്ഷണത്തിന് ഒരു തീയൽ വെക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് പച്ചക്കറി എല്ലാം വേവിക്കാൻ വെച്ചിരിക്കുന്നു. തേങ്ങ വറുത്തും വെച്ചിട്ടുണ്ട്. തേങ്ങ വറുത്തരച്ച തീയലും ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ സിനിമ കാണാൻ പോയതിന് അന്നേരം എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. അതെ, ഹായ്. ഇന്നിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ്. ഇന്നലെ ഉച്ച വരെ വീഡിയോ എടുത്തു, അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഇന്നലെ ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏട്ടന് ഡബ്ബ കൊണ്ട് കൊടുക്കണമായിരുന്നു. ഏട്ടന് ഡബ്ബ കൊണ്ട് കൊടുക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് മാർക്കറ്റിൽ പോകണമായിരുന്നു, പച്ചക്കറി മേടിക്കാൻ പോകണമായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ല. പച്ചക്കറി മേടിക്കാൻ പോയി. പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെന്തായിരുന്നു, എൻ്റെ 2-3 ഫ്രണ്ട്സിന്റെ വീട്ടിൽ ഹൽദി കുങ്കുമം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് പോകണമായിരുന്നു. അതിന് പോയി.
അത് ശരിയാ. ഹൽദി കുങ്കുമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഇങ്ങനെ നമ്മളെ അവരുടെ വീട്ടിലേക്ക് വിളിക്കും. വിളിച്ചിട്ട് നമുക്ക് ഓരോ ഗിഫ്റ്റുകൾ തരും. അതാണ് ഇപ്പോഴത്തെ ഹൽദി കുങ്കുമം. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഹൽദി കുങ്കുമിന്റെ കാര്യമാണ്. അപ്പൊ നമ്മളെ ഓരോരുത്തരും അവരുടെ വീടുകളിൽ വിളിച്ചിട്ട് നമ്മുടെ നെറ്റിയിൽ മഞ്ഞൾ കുങ്കുമം ഇട്ട് തരും. നമുക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ തരും. കുടിക്കാൻ മസാല ദൂത്, അതായത് മസാല ഇട്ട പാല്, നല്ല മധുരമുള്ള പാല് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരും. ഗിഫ്റ്റ് തന്നിട്ട് നമ്മളിങ്ങ് പോരും. അവർ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകും. സുമംഗലികൾക്കാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇന്നലത്തെ 2 വീടുകളിൽ പോണമായിരുന്നു. അങ്ങനെ പോയി. ഇന്നും ഇനി പോണം. അപ്പോൾ ഇന്ന് വേറെയും കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. രാവിലെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇഡ്ഡലി സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കി കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, അതായത് സൊസൈറ്റിയിൽ തന്നെ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ വന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒരു പിക്ചർ കാണാൻ പോകുന്നു പറഞ്ഞിട്ട്. പിള്ളേർക്കൊക്കെ അവധിയാണല്ലോ, അപ്പൊ നമുക്കെല്ലാവർക്കും പിക്ചർ കാണാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും ധനുഷും പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു 3-4 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ കൂടി പിക്ചർ കാണാൻ പോയി. ഒരു ഹിന്ദി പിക്ചറാ. ഏതായിരുന്നല്ലോ ആ പിക്ചറിന്റെ പേര്? സ്കൈ ഫോഴ്സ് എന്ന് പറയുന്ന അക്ഷയ് കുമാറിന്റെ ഒരു പിക്ചറായിരുന്നു. അങ്ങനെ അത് കാണാൻ പോയി. അത് കാണാൻ പോയിട്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ സൊസൈറ്റിയിൽ, നമ്മുടെ ബിൽഡിംഗ് സൊസൈറ്റിയിൽ തന്നെ ക്ലബ് ഹൗസ് ഉണ്ട്. അപ്പൊ ക്ലബ് ഹൗസിൽ ഇന്നൊരു ഹൽദി കുങ്കുമുണ്ട്. അപ്പൊ എല്ലാവരോടെ ബാക്കി പിക്ചർ കാണുമ്പോൾ വരാത്ത എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരോടും അവിടെ നിന്ന് ഡെക്കറേഷൻ ചെയ്യുമായിരുന്നു. നമ്മൾ ഹൽദി കുങ്കുമം ചെയ്യുമ്പോൾ നമ്മുടെ വീട് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പൊ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ഇറങ്ങി അവരുടെ കൂടെ അവിടെ നിന്ന് കുറേ നേരം ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. അങ്ങനെ ഒത്തിരി ടയേർഡായി. അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോൾ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ കഴുകായിട്ടിട്ട് അത് എടുത്തതാണ്. അപ്പോൾ ഞാനപ്പോൾ അവിടെ ഡെക്കറേഷൻ ചെയ്യാൻ പോയപ്പോഴത്തേന് അപ്പോൾ അവിടെയുള്ള കുറച്ച് വീഡിയോകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതെന്തായാലും അത് നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടിട്ട് വരും. അപ്പൊ എല്ലാവരും കണ്ടോ ഞങ്ങളുടെ ക്ലബ് ഹൗസിലെ ഡെക്കറേഷനൊക്കെ? ഞാനധികം ഒന്നും ചെയ്തില്ല. ഞാൻ ചെന്നപ്പോഴത്തേനൊക്കെ എല്ലാവരും ഏകദേശം ഒക്കെ കഴിഞ്ഞായിരുന്നു. അപ്പൊ അവരെല്ലാവരും കൂടെ ഒക്കെ ചെയ്തതാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി വൈകുന്നേരത്ത് അവിടെ ഹൽദി കുങ്കുമിന് പോകണം. അവര് ഗിഫ്റ്റ് കൊടുക്കാൻ മേടിച്ച് വെച്ചിരുന്ന അത് എന്താ ആ ഒരു പാത്രം കഴുകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ലിക്വിഡ്, അതാണ് അവര് കൊടുക്കുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഇതിന് കൊടുക്കുന്നത് വെറ്റില കൊടുക്കും, പാക്ക് കൊടുക്കും. വെറ്റില പാക്ക് കൊടുക്കുന്നതിന് പകരമായിട്ട് വെറ്റില കൊടുക്കും. പാക്കിന് പകരമായിട്ട് ഇതാ എല്ലാവരും കൊടുക്കുന്നത്. അവരുടെ അടുത്തുണ്ടായിരുന്നു മസാല പാൻ എന്ന് പറയും. ഇതാ പാക്കിന് പകരമായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒക്കെയായി. ഞാനപ്പോ എല്ലായിടും പോകുമ്പോ ഇപ്പൊ സാരി കൊടുത്തോണ്ടാണ് പോകുന്നത്. ഇന്നലെ ഞാനിതിന് പോയപ്പോ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ ഒക്കെ ഫോട്ടോ എടുത്തായിരുന്നു. ആ ഫോട്ടോ ഞാൻ എടുത്തിട്ടേ. അങ്ങനെയായിരുന്നു. ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയത് എന്തായിരുന്നു? ക്ലിപ്പ്, തലയിലിടുന്ന ക്ലിപ്പുകൾ കിട്ടി. പിന്നെ ഒരു വിളക്ക് കിട്ടി. വിളക്ക് കാണിച്ചു തരാം. വിളക്ക് കിട്ടിയത് കാണിച്ചു തരാം. ഇതാണ് ഇന്നലെ കിട്ടിയ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി. ഒന്നുമില്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ വന്നു. അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മാറ്റി വെച്ചത്. അപ്പോൾ എത്ര മണിയായി? 6:15. അപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞത് 7:30 ആകുമ്പോഴത്തേന് പോകാമെന്ന് പറഞ്ഞതാണ്. അതായത് ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട് സർക്കിളുണ്ട്, എല്ലാവരും കൂടെ കൂടിയിട്ട് ഹൽദി കുങ്കുമിന് ഇവിടെ ക്ലബ് ഹൗസിൽ പോകണം.
സാരി ഉടുത്തുകൊണ്ട് പോകണം, എല്ലാവരും സാരി ഉടുക്കണം. അപ്പം ഞാൻ സാരി ഉടുക്കാമെന്ന് വെച്ച്, സാരി ഉടുക്കുന്നതിന് എനിക്ക് കുറേ സമയം വേണമല്ലോ. അപ്പം ഇങ്ങനെയുള്ള പൂജകളൊക്കെ ആകുമ്പോഴാണ് സാരി ഉടുക്കുന്നത്, അല്ലാത്ത സമയത്തൊന്നും സാരി ഉടുക്കത്തില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ കറക്കമാണ്. അപ്പോഴാണ് വിചാരിച്ചത് ഇന്നലെ തൊട്ട് ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കുവാണ്, അതിന് എന്താണ് ഒരിത്. അപ്പോൾ വിചാരിച്ചു വേണ്ട, ഇന്നത്തെ നമ്മുടെ ഹൽദി കുംഭിൻ്റെ പ്രോഗ്രാമുകളിൽ കൂടെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഇവിടെ നടക്കുന്ന വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടേ, നമ്മുടെ നാട്ടിലുള്ളവർക്കൊന്നും ഇങ്ങനെയുള്ള വിശേഷങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കാര്യങ്ങളൊക്കെ കൂടെ എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിനി ഹൽദി കുംഭിന് പോകുന്ന സമയത്ത് കാണാം. ഓക്കെ, സാരി കൊടുത്ത് ഞാൻ റെഡിയായി. എങ്ങനെയുണ്ട്? കൊള്ളാമോ? സൂപ്പർ അല്ലേ? പൊളിച്ചു. അയ്യോടാ, എന്തുവാ? ധനുഷ് ഇവിടെ കളിക്കുവാണ്. ധനുഷിന്റെ ഫ്രണ്ടും ഉണ്ട്, അതുകൊണ്ടാണ് അവൻ ഇത്രയ്ക്ക് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് നാണക്കേടാവത്തില്ലേ അമ്മ ചെറിയ കൊച്ചു? ഇല്ല, तू भी छोटा है. अरे माँ अकेला अन्ना बच्चा छोटा रहता है मालूम. ധനുഷിന്റെ ഫ്രണ്ടാണല്ലോ, ഒരു സൊസൈറ്റിയിൽ തന്നെ ഉള്ളതാ. ഹായ് ഹലോ, ഞാനങ്ങനെ ഹൽദി കുങ്കുമൊക്കെ പോയിട്ടൊക്കെ വന്ന് സാരിയൊക്കെ മാറി അടുക്കളയിലേക്ക് കയറിയത് രാത്രി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടില്ലേ, എന്ത് ആൾക്കാരുണ്ടെന്ന് അറിയാമായിരുന്നു. അതെല്ലാം സൊസൈറ്റിയിലുള്ളവരും വെളിയിലുള്ളവരും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ അറിയുന്നവരൊക്കെയാണ്. അപ്പോൾ ഇനി രാത്രിയിൽ ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നലെ തുടങ്ങിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും